ദിലീപേട്ട ലോജിക് ഇല്ലാതെ കണ്ട് ആഘോഷിക്കേണ്ട സിനിമയാണ് ബബ്ബ ബബ്ബ അല്ല ബബ്ബ എന്ന് പറയുമ്പോ സോറി പിന്നെ അതിന്റെ അർത്ഥം കണ്ടുവെക്കില്ല. ഭയഭക്തി ബഹുമാനം. പിന്നെ അടുത്ത ബാക്കി ബബ്ബ എന്ന് പറയുമ്പോ ദിലീപേട്ടന്റെ ഓർമ്മകളെ ഒരു 22 വർഷങ്ങൾക്ക് മുമ്പോട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. അന്ന് സോഷ്യൽ മീഡിയ, അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഒന്നുമില്ലാതിരുന്ന സമയത്ത് കൊച്ചുകുട്ടികൾ മുതൽ അപ്പനപ്പൂപ്പന്മാർ വരെ ലോജിക്ക് നോക്കാതെ തിയേറ്ററിലേക്ക് വന്ന് കണ്ട് വിജയമാക്കിയ മലയാളത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററിലെ നായകനാണ് ദിലീപേട്ടൻ. ജോണി ആന്റണി ചേട്ടന്റെ ഫസ്റ്റ് പടം CID മൂസ. അതെ. അപ്പോ ആ സിനിമ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ, അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് പോലും ഫേവറേറ്റ് ആയ സിനിമയാണ് CID മൂസ എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോ ആ സിനിമയുടെ ഒരു റെസിപ്പി എന്തായിരുന്നു? കാരണം അതും ലോജിക്ക് നോക്കാതെ അല്ലെങ്കിൽ കോമൺ സെൻസ് ഒന്നും വെക്കാതെ കാണേണ്ട ഒരു സിനിമയാണ്. ദിലീപേട്ടൻ ഏതോ ഒരു പ്രസ് മീറ്റില്, അന്നത്തെ ഏതോ സ്റ്റുഡൻസ് ഓൺലി പ്രോഗ്രാമിൽ പറയുന്നുണ്ട് കാർട്ടൂൺ പോലെ കാണേണ്ട ഒരു സിനിമയാണെന്ന്. അപ്പോ ആ സിനിമയും ഈ സിനിമയും തമ്മിൽ കമ്പയർ ചെയ്യണം എന്നല്ല, എന്തായിരുന്നു CID മൂസയുടെ ഒരു പ്രത്യേകത? CID മൂസ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ആദ്യം തന്നെ കൊടുത്തത് ടേസ്റ്റ് ദ ബ്ലണ്ടർ എന്നാണ്. ബ്ലണ്ടറാണ്. അപ്പൊ എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, പാരച്ചൂട്ടിൽ ആൾക്കാരെ ഇറങ്ങാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് 3 കുട കൂട്ടി വെച്ചിട്ട് ചാടിയ കറക്റ്റാവൂലേ. നമ്മുടെ വിഡിത്തങ്ങളായ ചിന്തകളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ സിനിമയിൽ പറഞ്ഞ ഒരുപാട് ഡയലോഗ്സുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ എന്താണ് ഓവറാക്കണ കാര്യം പറഞ്ഞില്ല. എല്ലാം ഓവറാക്കിയല്ലേ ആളുകൾ ശ്രദ്ധിക്കും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡയലോഗ്സുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് വന്നിട്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് നമ്മൾ ചില ആൾക്കാർ പുഴു കടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് തള്ളാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ലാലേട്ടൻ ഇതിനകത്ത് പറയണ്ടായി ജയ എന്ന് പറയുന്നത്. ഞാൻ ഒരു ബ്ലോക്കിന് ജയ, ഈ ജയ എന്നുള്ള പേര് മിക്കവാറും ആൾക്കാരെ എടുത്തിട്ട് എന്തെങ്കിലും പറയും ജയ എന്ന് പറയാവുന്ന സാധനങ്ങൾ പോലുള്ള എനിക്ക് മീൻസ് പുള്ളി പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളെല്ലാം ഇനി ഭാവിയിലേക്ക് ചിലപ്പോൾ ഇതെടുത്ത് യൂസ് ചെയ്യും. അപ്പൊ ഇതിലൂടെ ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്, CID മൂസയ്ക്ക് ഒരു 2ാം ഭാഗം ഉണ്ടാവും? നമുക്ക് റെഡിയാക്കാം. കാരണം വെച്ചാൽ ഈ തരത്തിലെ സിനിമ അന്ന് അതൊരു പരീക്ഷണ ചിത്രമായിരുന്നു. ആ സിനിമ ആദ്യം സെൻസർ കഴിഞ്ഞിട്ട് അതിന്റെ കോപ്പി എടുക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തുള്ള അതിന്റെ നമ്മുടെ ആ പടത്തിന്റെ PR തന്നെ കുറെ പേരുണ്ടായിരുന്നു. ആ സിനിമ ഇരുന്ന് കാണുമ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം ഏത് തരത്തിലെ സിനിമയാണ്, നാളെ ഇതിനെന്ത് സംഭവിക്കാൻ പോണെന്ന് ഒന്നും ആർക്കറിഞ്ഞൂടാ. പക്ഷെ നമുക്കൊരു തോന്നലുണ്ടല്ലോ, നമുക്ക് തോന്നിയ മണ്ടത്തരങ്ങളും നമുക്ക് തോന്നിയ ചില ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങൾ ചെയ്തൊരു സിനിമയാണത്. ആ സിനിമ ഇപ്പൊ 2-3 തലമുറയായിട്ട് ആ സിനിമയെ കുറിച്ച് സംസാരിക്കും. നമ്മൾ ഇന്നും അതിന്റെ 2ാം ഭാഗത്തെ കുറിച്ച് സംസാരിക്കുന്നു. റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധിച്ച 2026 CID മൂസ റിലീസ് ഉണ്ടാവും. വേണം. നമ്മളിത് കൊണ്ടുവന്നിട്ട് അത് പ്രിന്റ് പബ്ലിസിന്റെ കാശ് കൊടുക്കാൻ പറ്റാണ്ടായി പോയത്. ആലോചിക്കില്ലെന്ന് ആദ്യമേ പറഞ്ഞാൽ കേട്ടോ ആ പടത്തില്. കാരണം എനിക്കെന്താ പറയുമ്പോ, എനിക്ക് നിങ്ങൾ ഒരു കാര്യം ഉറപ്പ് പറയണം, ഞാൻ ആ സിനിമയും കൊണ്ട് വരുമ്പോ അതിന് റിവ്യൂ പറഞ്ഞു കൊല്ലാൻ വരുന്നത്. ഇപ്പൊ ഈ മീശ ഓർമ്മന്റെ കാര്യം പറയുകയാണെങ്കിൽ, അന്ന് അതിന്റെ ഡ്യൂറേഷന്റെ കാര്യത്തില് ലാൽജോസ് ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ട് ഡ്യൂറേഷൻ കാരണം ചിലപ്പോൾ പടം പരാജയപ്പെടുമെന്നുള്ള ടെൻഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും സീനിയർ ആർട്ടിസ്റ്റുകളാണ്. ഇപ്പോൾ ജയലളിത ചേട്ടനായിക്കോട്ടെ, സലീമായിട്ടാണ്, അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അന്നത്തെ സിനിമകളിലും ഇപ്പൊ സിനിമകളിലെ പുതു തലമുറകളിലെ ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പൊ ധ്യാൻ ചേട്ടനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ധ്യാൻ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഇതിന്റെ ആവശ്യമുണ്ടോ, ഇത്രയും എഫേർട്ടിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളോട്. അപ്പോൾ ഇപ്പൊ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പഴയതും തമ്മിലുള്ള എന്തോ വ്യത്യാസമാണ്. എന്താണ് സിനിമയില്? അല്ല, എഫേർട്ട് എവിടെയും വേണം. എഫേർട്ട് എടുക്കാൻ എല്ലാവരും എഫേർട്ട് എടുക്കണമെന്നില്ല. ആരെങ്കിലും ഒരാൾ എഫേർട്ട് എടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ എടുക്കില്ലല്ലോ, അല്ലേ? അപ്പൊ അതിന് മുമ്പിൽ നിൽക്കുന്ന ഒരു 3-4 പേര് അതിനെക്കുറിച്ച് സിൻസിയറായിട്ട് സംസാരിക്കും, ചർച്ച ചെയ്യും എന്നുണ്ടാണ് ഫോർ എ ബെറ്റർ പ്രോഡക്റ്റ്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം.
പിന്നെ ഞാൻ കണ്ടതിൽ എനിക്ക് പുതിയ തലമുറയിൽ വന്ന ടാലന്റഡ് ആയിട്ടുള്ള നല്ല സെൻസിബിൾ ആയിട്ടുള്ള ഒരാളാണ് ധ്യാൻ. ഞാൻ നേരത്തെ ധ്യാനെ പരിചയപ്പെട്ട നിമിഷം മുതൽ എനിക്ക് മനസ്സിലായി വലിയൊരു സംഭവമുള്ള ഒരാളാണ്. ഇത്രയും സംഭവമുണ്ട്, ചങ്കൂറ്റുമുണ്ട്, പറയേണ്ട കാര്യങ്ങൾ സിൻസിയറായിട്ട് മുഖത്തേക്ക് പറയാനും അറിയാം, നർമ്മം ഉണ്ടാവില്ല, അതിന് ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളതാണ്. അതുപോലെ തന്നെ പുതിയ തലമുറയിൽ ഒരുപാട് പേരുണ്ട് അതിന് വേണ്ടിയിട്ട്. ഈ സൈന്യം സിനിമയിൽ ആകെ 2 ഡയലോഗായിട്ടാണ് ആ സിനിമയിൽ അഭിനയിക്കാൻ വന്നത്. പക്ഷേ അതിൽ ത്രൂ ഔട്ട് ഡയലോഗ് ദിലീപൻ ഉണ്ടാക്കുന്ന ഈ ലാൽജു സാർ എവിടെയോ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഒരു ടെക്നിക്ക് എന്താണ്? അത് നമ്മൾ ജീവന്മാരുടെ പോരാട്ടത്തില്ല, അത് എന്തെങ്കിലുമൊക്കെ എന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. നമ്മളൊക്കെ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്ന ആൾക്കാരല്ലേ, അതിൽ നിന്നാണ് ദൈവം അനുഗ്രഹിച്ച ഈ ഒരു അവസരത്തിലേക്ക് എത്തിയത്. അന്ന് തുടക്കം ഞാൻ ലാലുവും എനിക്ക് തോന്നുന്നു ചമ്പക്കുളത്തച്ഛൻ എന്ന് പറഞ്ഞ സിനിമയിൽ വിനീതിന്റെ അപ്പുറം നിൽക്കുന്നുണ്ട്. പിന്നീട് അതിന് ശേഷം വിനീത് ഒരുമിച്ച് സിനിമ ചെയ്യാൻ പറ്റി. ഇങ്ങനെ ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹത്തിൽ പോകുന്ന കാര്യങ്ങളാണ്. ഒരു ഷോട്ടിൽ രക്ഷപ്പെട്ടു. അപ്പൊ അവിടെ നിന്ന് ഉള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ സപ്പോർട്ടും ഒക്കെയാണ്. അല്ലെങ്കിൽ നമ്മുടെ മിടുക്ക് മാത്രമല്ല, പിന്നെ ദൈവാനുഗ്രഹം, ഒരു ഭാഗ്യം. പക്ഷെ അന്ന് ആ ഒരു ക്യാരക്ടർ മലയാള സിനിമയ്ക്ക് ആവശ്യമായിരുന്നു. ഏതാണ്? ഒരു റോസാപ്പൂവായിട്ട് ഒരു പെൺകുട്ടിയിലെ അത് ഞാൻ സാറിൻ്റെ കൂടെ, ഞാൻ കമൽ സാറിൻ്റെ കൂടെ മാത്രമേ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ജോർജ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ഒരാളാണ് ജോർജ് സാർ. ഇന്നും അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമ ചെയ്യുമ്പോൾ ഇന്നും അസിസ്റ്റന്റ് ഡയറക്ടർ തന്നെ. കമൽ സാറിൻ്റെ കൂടെ ചെയ്യുമ്പോഴും കമൽ സാറിൻ്റെ അസിസ്റ്റന്റ് ആയിട്ട് തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോ ലയൺ എന്ന് പറഞ്ഞ സിനിമ രാഷ്ട്രീയപരമായിട്ട് സീരിയസ് ആയിട്ട് ചെയ്യുന്ന സിനിമയാണ്. ഇപ്പൊ വേറൊരു ഒരു ആർട്ടിസ്റ്റ് ചെയ്തെങ്കിൽ ഒരു പക്ഷേ അതിന്റെ മീറ്റർ മാറി സീരിയസ് ആവുന്ന സിനിമയാണ്. ദിലീപേണ്ണന്റെ കറക്റ്റ് മീറ്റർ എവിടേക്കാണ് കോമഡി അവിടെ കോമഡി, സീരിയസ് ആവുന്ന സ്ഥലത്ത് സീരിയസ്, കയ്യടിക്കേണ്ട സ്ഥലത്ത് കയ്യടി. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഇതെന്താണ്, ഇപ്പൊ ദിലീപേണ്ണല്ല വേറൊരു ആർട്ടിസ്റ്റാണ് ചെയ്യണമെങ്കിൽ ആ പടം എങ്ങനെയാവുമെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, നമ്മള് അതില് നർമ്മത്തിൽ കൂടിയാണ് ആ സിനിമ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് അയാളുടെ ഹീറോയിസും ഉണ്ട്. കാരണം അന്ന് ഞാൻ ജോർജ് ചോദിച്ചിട്ടുണ്ട്, സാർ ഇതിന് ഞാൻ ഓക്കെയാണോ? കാരണം ഒരു സംസ്ഥാനത്തിന്റെ ഹോം മിനിസ്റ്റർ ആയിട്ടാണ് അഭിനയിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അതിന് ഞാൻ ഓക്കെ ആണോ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്ന് തന്നെയാണ്. ആ സിനിമ നന്നായി ഓടുകയും ചെയ്താണ് ആ സമയത്ത്.